കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ശില്പികളിൽ ഒരാളായ ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി തലസ്ഥാന നഗരിയിലെ ചെമ്പഴന്തിയിൽ ജനിച്ചു. ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ പിറവിയെടുത്ത ഗുരു കേരളത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഗതി മാറ്റിയെഴുതി. കേരളത്തിന്റെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെട്ട ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് 1888 മലയാളക്കരയുടെ സാമൂഹിക പരിഷ്കരണത്തിന് ആരംഭം കുറിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന സിദ്ധാന്തം ഗുരു ആഹ്വാനം ചെയ്തു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഗുരുദേവ മുദ്രാവാക്യം സാമൂഹികമായി വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കും ചിന്താചലനങ്ങൾക്കും വേദിയൊരുക്കി. SNDPയുടെ ആദ്യ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അംഗീകരിച്ച ആദ്യ മലയാളിയാണ്. ഗുരുവിനോടുള്ള ആദര സൂചകമായി 2009 ശ്രീലങ്കയും തപാൽ മുദ്രയിൽ സ്ഥാനം നൽകി. വർക്കലക്കുന്ന് ശിവഗിരിയായി മാറ്റിയ ഗുരുദേവൻ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു 1924 അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടത്തി. ചലച്ചിത്രത്തിലും നോവലുകളിലും മറ്റു പുസ്തക രൂപത്തിലും ലോകമാകമാനം നവോത്ഥാന പിതാവായി വാഴ്ത്തിയ യുഗപുരുഷൻ 1928 സെപ്റ്റംബർ 28-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു സമാധിയായി.